ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങളാണ്. പൊങ്കാല കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി എന്നറിയാം. മുന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു. കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായി പോയതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പം ഇത് പൊങ്കാലയുടെ തലേ ദിവസമാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ പൊങ്കാലയുടെ തലേ ദിവസം വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോകാറുണ്ട്. അകത്തോട്ടൊന്നും കയറത്തില്ല, ജസ്റ്റ് അവിടെയൊക്കെ പോയിട്ട് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ടൊക്കെ വരാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ അടുത്ത്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ക്ഷേത്രം വരെയൊക്കെ. അപ്പം ഇറങ്ങിയിട്ട് അങ്ങനെ പോവാണ്, കാഴ്ചകളൊക്കെ കണ്ട് പോവാണ്. ഇത് ക്ഷേത്രത്തിലോട്ട് തിരിയുന്ന നമ്മുടെ കിളിപ്പാലം ജംഗ്ഷനിൽ നിന്നുള്ള ലെഫ്റ്റിലോട്ടുള്ള റോഡാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ഈ വഴിക്കൊന്നും ഒരിക്കലും പൊങ്കാലയൊന്നും വരത്തില്ല. കാര്യം ഇത് ആളുകൾക്ക് ട്രാവലിങ്ങിനായിട്ട് മാറ്റിയിട്ടേക്കുന്നൊരു വഴിയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാര്യം പൊങ്കാലയുടെ അമ്പലത്തിൻ്റെ ചുറ്റും ഫുൾ അടുപ്പുകളാണ്. ട്രിവാൻഡ്രം സിറ്റി ഫുൾ അടുപ്പുകളാണ്. അപ്പം അവർക്ക് പോയി ഈ പൊങ്കാല ഇട്ടിട്ട് പോകുന്ന ആളുകൾക്ക് തിരിച്ച് പോകാനും പൊങ്കാല ഇടാനായിട്ട് അമ്പലത്തിലേക്ക് പോകാനുമായിട്ട് യാത്രാ സൗകര്യം വേണമല്ലോ. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് പൊങ്കാലിട്ട് എല്ലായിടത്തും അടുപ്പ് നിരത്തി കഴിഞ്ഞാൽ ആർക്കും എങ്ങോട്ടും പോകാനോ തിരിച്ച് പോരാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിലോട്ടുള്ള ഭാഗങ്ങളിലൊന്നും അടുപ്പുകളൊന്നും വെക്കാൻ സമ്മതിക്കാറില്ല. കാര്യം മുമ്പൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ട്രാവലിംഗ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് പിന്നെ മാറ്റിയതാണ്. അപ്പം അങ്ങനെ ഇപ്പം അല്ല, ഞാൻ കണ്ട നാൾ തൊട്ട് കുറേ നാൾ തൊട്ട് അങ്ങനെ അടുപ്പുകളൊന്നും ഈ ഒരു ഏരിയയിലോട്ട് വരാറില്ല. കാര്യം ഇവിടുന്ന് തമ്പാനൂർക്ക് ബസ് സ്റ്റാൻഡിലോട്ടും റെയിൽവേ സ്റ്റേഷനിലോട്ടും ഒക്കെ ആണല്ലോ ഒരുപാട് ആളുകൾ പൊങ്കാല കഴിഞ്ഞിട്ട് പോകണത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അടുപ്പ് വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് പോകാനോ ഇറങ്ങാനോ കയറാനോ ഒന്നും പറ്റത്തില്ല. ആളുകൾക്ക് ഒരുപാട് പ്രശ്നമായിപ്പോൾ അവർക്ക് തിരിച്ച് പോകാൻ നല്ല ബുദ്ധിമുട്ടായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിലൊന്നും അടുപ്പുകൾ കാര്യങ്ങളൊന്നും വരലില്ല. ഇതാണ് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ്. ഇവിടുന്ന് അകത്തേക്ക് പോയാൽ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടാണ്. അങ്ങോട്ടേക്കൊന്നും കയറിയതേ ഇല്ല. കാരണം കയറാൻ വെച്ചാൽ അവിടെ വണ്ടിയൊന്നും വിടത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം നടന്ന് അതിനകത്തൊക്കെ കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പുകളാണ്, ഫുൾ അടുപ്പുകളാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കുറേ ആളുകൾ കയറുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇത് തലേദിവസം എൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ എന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് തലേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. രാവിലെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാൻ ഒരു 4 മണിയായപ്പോഴത്തേക്കിന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. റെഡി ആയിട്ടൊരു 4:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. കുറച്ച് ലേറ്റായി എഴുന്നേറ്റപ്പം, എങ്കിലും എല്ലാവർക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. രാവിലെ ഇറങ്ങിയാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണ്. അതിൻ്റെ ഒരു ഷോളൂടെ ഉണ്ട്, ധാവണി പോലെയാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ വേറൊരു കളർ കോമ്പിനേഷൻ നോക്കി പോയിട്ട് എനിക്ക് കിട്ടിയത് ഇതാണ്. പിന്നെ ലാസ്റ്റ് മിനിറ്റിലെ ടൈമില്ലാത്തതുകൊണ്ട് പിന്നെ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർ കോമ്പിനേഷനായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ പൊങ്കാലയുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാ വർഷവും പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് പൊങ്കാല ഇടാറ്. അതായത് പഴയതൊന്നും ഉപയോഗിക്കില്ല, എല്ലാം പുതിയതായിരിക്കണം എന്നുള്ളതൊരു നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും ഇപ്പം ഡ്രസ്സായിക്കോട്ടെ, കലം, തവി, അതിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പുതിയ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പൊങ്കാലയ്ക്ക്. അതിനൊരു മുടക്കവും വരുത്താറില്ല ഒരു വർഷവും. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ നമുക്ക് കാറൊക്കെ കുറച്ച് ദൂരത്തേക്കൊക്കെ കാറ് പോവും. അല്ലാണ്ട് പോകണമെങ്കിൽ ബൈക്കിൽ, കുറച്ച് നേരം വെളുത്തിട്ടാണെങ്കിൽ പോകണമെങ്കിൽ നമുക്ക് ബൈക്കിലേ പോകാൻ പറ്റുള്ളൂ. അത് കാരണം രാവിലെ കാറിലിറങ്ങി കൊണ്ടുപോകാനുള്ള ചൂട്ടും കൊതുമ്പുമൊക്കെ കാറിലുണ്ട്. എൻ്റെ നെയ്ബറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഓൾറെഡി നമ്മൾ അടുപ്പ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ജഗതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ അടുപ്പ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബുക്ക് ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കിട്ടിയെന്ന് പറയാം കേട്ടോ. പൊങ്കാലയ്ക്ക് നമുക്കൊന്നും ആരോടും വഴക്കുണ്ടാക്കാനോ ഒന്നിനും പറ്റത്തില്ല. നമ്മൾ ബുക്ക് ചെയ്തിടും. ആ അടുപ്പ് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോവുകയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് തലേദിവസം രാത്രിയിൽ പോയി ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പിറ്റേന്ന് രാവിലെ ചെന്നപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു സംഭവം. അതുകൊണ്ട് അടുപ്പ് കിട്ടി. അപ്പം നമുക്കൊരു 6 അടുപ്പായിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 അടുപ്പ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കിട്ടി അവിടെ ചെന്നപ്പോൾ. ചെന്നിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നിൽക്കുകയാണ് കേട്ടോ.
എല്ലായിടത്തും നിറയെ ആളുകളായി. ഞങ്ങൾ കുറച്ച് ഒന്ന് ലേറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാക്കിയുള്ളിടത്തെല്ലാം നിറയെ ആളുകളായിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേക്കിന് തലേന്ന് വരെ വന്ന് അവിടെ അടുപ്പും കലമൊക്കെ വെച്ച് ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുത്തെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കലത്തിൽ വെള്ളം പിടിച്ച് വയ്ക്കുക, നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ തെരളി മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള ആൻറ്റിയാണ്. പുള്ളിക്കാരത്തി എല്ലാം ചെയ്യാനായിട്ടൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. തെരളി, മണ്ടപ്പുറ്റ്, പായസം. ഞാൻ എല്ലാ കൊല്ലവും ഇടുന്നത് നമ്മുടെ ശർക്കര പായസമാണ്. എനിക്കിതൊന്നും വലിയ പിടുത്തമില്ല, എനിക്കിത് അറിയില്ല, ശരിക്കും പറഞ്ഞാൽ ചെയ്യാനായിട്ട് അറിയില്ല. ഇങ്ങനെ നോക്കിയിരുന്ന് കാണും എന്നൊക്കെ ഉള്ള, അല്ലാണ്ട് എനിക്ക് എന്താ അതിൻ്റെ ഒരു കൂട്ട് കാര്യങ്ങൾ കറക്റ്റ് എങ്ങനെ ചെയ്യുക എന്നൊന്നും അറിയില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളത് ദേവിക്കായിട്ട് നമ്മളൊരു പൊങ്കാലയോ അല്ലെങ്കിൽ ഒരു തെരളിയോ മണ്ടപ്പുറ്റോ ഒക്കെ സമർപ്പിക്കുമ്പോൾ അത് നമ്മൾ അറിഞ്ഞ് നല്ല രീതിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. ഇനി ഏതെങ്കിലും വർഷങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള സമയമായിരുന്നു കേട്ടോ. ഇത് അടുപ്പ് കത്തിക്കുകയാണ്. അതായത് 9:45 തോന്നുന്നു അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ തന്നെ വിളക്കിന്ന് തീ പകർന്നിട്ട് നമുക്ക് അടുപ്പിലോട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ. ഇതെന്ന് വെച്ചാൽ 9:45 കത്തിച്ച് 2:15 ആയിരുന്നു നിവേദ്യം. അതായത് പൂജ 2:15 ഇത് നമ്മൾ രാവിലെ ഈ 4 മണിക്കും 5 മണിക്കും ഒക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മൾ 9:15 വരെയൊക്കെ നമ്മൾ നിൽക്കുകയല്ലേ അവിടെ. പക്ഷേ ഈ ഇത്രയും സമയം നമ്മൾ എങ്ങനെ അവിടെ നിന്നാലും നമുക്ക് സമയം എങ്ങനെ പോകണമെന്ന് അറിയില്ല. അതായത് നമുക്കൊരു ബോറടിയോ അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് ഇത്രയും സമയം ഉണ്ടല്ലോ, ഇനി കത്തിക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ള അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ചെന്ന് നിൽക്കണം. നമ്മൾ ഈ അടുപ്പ് കത്തിക്കാനുള്ളൊരു നേരം വരെ സമയം അങ്ങനെ ഓടിപ്പോവാണ്. അത് കഴിഞ്ഞ് അടുപ്പ് കത്തിച്ച് നമ്മളൊരു 1 ഹവറിനുള്ളിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം കഴിയും. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് 2:15 വരെയൊക്കെ നമ്മൾ ആ ഒരു നിവേദ്യത്തിന് നിൽക്കുകയാണെങ്കിലും ആ ഒരു ടൈമൊക്കെ വളരെ പെട്ടെന്നാണ് പോകുന്നത്. അതായത് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുത്തേയില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് കിട്ടും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ ഒക്കെ അവിടെ ഓരോ ആളുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. നമ്മളത് പോയി വാങ്ങിച്ച് കഴിക്കണം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഭയങ്കര ചൂട്. ഇപ്പോഴത്തെ ചൂട് പിന്നെ പറയണ്ടല്ലോ, എന്താ ചൂടെന്നറിയാമോ. ഈ ചൂടത്ത് ഈ പുകയും തീയും കുറച്ച് നേരമൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ദിവസം എനിക്കറിയില്ല, ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ഭയങ്കര ആ ഒരു മനസ്സോടെ ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ആർക്കും ഇതൊന്നും ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വന്ന് പൊങ്കാല ഇടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്നു. അവൾ കൊല്ലത്താണ്. അവർ ഫാമിലിയായിട്ട് സെറ്റിലായിരിക്കുന്ന കൊല്ലത്താണ്. അപ്പോൾ അവരുടെ വീട് അവിടെയാണ്. അപ്പോൾ അവരവിടുന്ന് കൊല്ലത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവൾക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ അടുപ്പ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളും കൂടെ ഞങ്ങളുടെ കൂടെ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആളാണ് പച്ച ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു അനിയൻ്റെ വൈഫാണ്, അനിയത്തിയാണ്. അപ്പോൾ അവളും മക്കളും അവളുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു പൊങ്കാലയ്ക്ക്. ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അവൻ പിന്നെ വന്നില്ല, അവൻ ജസ്റ്റ് കൊണ്ടുവിട്ടിട്ട് പോയി. അങ്ങനെ എല്ലാവരും കൂടെ വന്നിട്ടാണ്. നമുക്ക് എല്ലാവരും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ, ഭയങ്കര സന്തോഷമാണ്. അതായത് നമ്മളിപ്പം എത്ര പേര് കൂടി നിന്നൊരു പൊങ്കാലയ്ക്ക് ഇടുമ്പോഴത്തേക്കിന് നമുക്ക് നമ്മുടെ അടുപ്പ് അവരുടെ അടുപ്പ് അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കും. ആർക്കിടെയും അടുപ്പിൽ തീ കെടാനായിട്ട് സമ്മതിക്കത്തില്ല. എല്ലാവരും ആ ഒരു കോർഡിനേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഭയങ്കര രസമാണ്. രസം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഒരാളുടെ അടുപ്പ് തിളച്ച് തൂകുന്ന കാണുമ്പോൾ സന്തോഷമാണ്, തിളയ്ക്കണ കാണുമ്പോൾ സന്തോഷമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ആ ഒരു സമയം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ.
ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണത്. അപ്പോൾ എൻ്റെ അടുപ്പാണ് കേട്ടോ ഇത്. അരിയിട്ടതിന് ശേഷം അരി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് തൂവി അങ്ങനെ വീഴണം എന്നാണ് പറയുന്നത്. അപ്പം അത് ഏത് സൈഡിലോട്ടാണ് വീഴേണ്ടത് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നമുക്ക് അടുപ്പ് തിളച്ച് തൂകണം എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പം ആ സമയത്ത് അരിയിട്ടിട്ട് നല്ലോണം തീ കത്തിച്ച് കൊടുക്കുക, അടുപ്പ് തിളച്ച് തൂകിയതിന് ശേഷം തവി വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊക്കെയാണ് അതിൻ്റെ ഒരു രീതികളെന്ന് പറഞ്ഞാൽ. എന്നിട്ടത് വേകാറാകുമ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക, പഴം ഇട്ട് കൊടുക്കുക. ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം അതോടുകൂടി പൊങ്കാല എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതൊരു ഞാൻ പറഞ്ഞത് 1 അവറിനുള്ളിലെല്ലാം കംപ്ലീറ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ 1 അവർ ആകുമ്പോഴത്തേക്കിന് നമ്മൾ ഫുൾ ഇട്ട് കഴിയും. പിന്നെ ഈ തെരളി മണ്ടപ്പുറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടെ സമയം വേണ്ടത്. അപ്പോൾ ഒരു 11-12 മണിക്കുള്ളിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ തിളച്ച് തൂകി എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2:15 നമ്മുടെ നൈവേദ്യവും കഴിഞ്ഞു. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ. ബാക്കി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.